വാട്സാപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വീണ്ടും നമ്മളുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയാണ് കളിക്കാൻ പോകുന്നത്. അതെ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ ആ കാണുന്ന ബസ്സാണ് ഓടിക്കാൻ പോകുന്നത്. ആ കാണുന്ന ബസ് ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബസ്സാണ് ഗൈസ്. ഞാനിവിടെ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ ഗൈസ്. അതെ ഗായ്സ്, നമ്മൾ കൊമ്പൻ്റെ ദാവൂദാണ് ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് കൊമ്പൻ്റെ ദാവൂദാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ നമ്മളെ വണ്ടി. നമ്മളെ ബസ് കൊമ്പൻ്റെ ദാവൂദാണ്. അപ്പോൾ നമ്മളുടെ കൊമ്പൻ്റെ ദാവൂദിൻ്റെ ഔട്ട്ലുക്കാണിത്. നെയിം ബോർഡും അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കൊമ്പൻ. അതേപോലെ വൈപ്പറിലൊക്കെ ലൈറ്റ് ഉണ്ട് ഗൈസ്. പിന്നെ ക്യാബിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിൽ ചെറിയൊരു രീതിയിൽ കൊമ്പൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ച് ബാക്കൗട്ട് ആക്കിയിട്ട് ഒന്ന് സൂം ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മളുടെ വണ്ടി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളുടെ വഴി ഇതല്ല, നമുക്ക് ഇവിടുന്ന് ഒത്തിരി കറങ്ങി കളിക്കാനുണ്ട് ഗൈസ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ളത് വഴി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ബസ് ഒടിച്ചും വളച്ചും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നമ്മളെ വണ്ടി പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ് ഗൈസ്. അവിടെ നിന്ന് 2 വണ്ടിയാണോ? അല്ല, വണ്ടിയല്ല അത്. നമ്മൾ പിന്നെയും വൈകിട്ട് ഗൈസ്. എങ്ങോട്ടാണ് പോകേണ്ടത്? നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോയി നോക്കാം ഗൈസ്. അതിലൂടെ 2 വണ്ടി പോകുന്നുണ്ട്, നമുക്ക് അതിനെ ഫോളോ ചെയ്ത് പോയി നോക്കാം. എവിടെയെങ്കിലും പുറത്തേക്ക് പോയാൽ മതിയേനു ആ വണ്ടി. ഇത് ഭാരത് ബെൻസിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു ഗൈസ്. ബാക്കിൽ പേര് ഭാരത് ബെൻസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് അതിനെ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഗൈസ്. ഏതായാലും ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നില്ല. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്പേസ് കുറവാണ്. അത് മഹീന്ദ്രേൻ്റെ വണ്ടിയാണ് ഗൈസ്, സോറി, ഇത് മഹീന്ദ്രേൻ്റെതാണ്. അപ്പോൾ നമുക്ക് മഹീന്ദ്രേൻ്റെ ഈ വണ്ടി പുറത്ത് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഗൈസ്. നമ്മൾ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ വണ്ടി ഇതാ നമ്മൾ പോകുന്നു. എവിടെ? പോയി. മഹീന്ദ്രയുടെ വണ്ടി ഓവർടേക്ക് ചെയ്തു ഗൈസ്. അതെ ഗൈസ്, നമ്മളുടെ കൊമ്പൻ പുറത്തെത്തിയ ലുക്കാണിത്. നമുക്ക് ക്യാമറ എങ്ങനെയാക്കിയാൽ എൻ്റെ കൺട്രോൾ തെറ്റും ഗൈസ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇടിച്ച് തട്ടി ഇല്ല. മിക്കവാറും ഞാൻ അതിൻ്റെ മുകളിൽ കയറുമെന്ന് പറയാൻ വരുന്നതിനും ഗൈസ് അപ്പോഴത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഫുട്പാത്തിൻ്റെ മുകളിൽ കൂടി ആയിരിക്കും. അതും ഞാൻ കയറ്റുകൊണ്ടാ. അത് ഞാൻ കയറ്റതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് കയറി പോകുന്നതാണ്. എനിക്ക് ഈ ദൂരെ നിന്ന് കാണുമ്പോൾ കൺട്രോൾ കിട്ടൂല ഗൈസ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും നമ്മൾ ക്യാമറ ഇപ്പം മാറ്റാം. ക്യാമറ ഒന്നും കാണുന്നില്ല ഗൈസ്. നമ്മളിപ്പോൾ മിക്കവാറും ക്യാബിൻ്റെ അകത്തേക്ക് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. നമ്മളെ വീഡിയോന് നല്ലത്, ഈ ബസ്സിന് നല്ലത്, എനിക്ക് നല്ലത്. അപ്പോൾ നമ്മൾ ക്യാമറ ക്യാബിൻ്റെ അകത്തേക്ക് മാറ്റുന്നു. അതേ ഗൈസ്. അപ്പോൾ നമ്മൾ KSRTCൻ്റെ വഴിയാണ് പോകുന്നത്. തട്ടിയാൽ പണി കിട്ടും ഗൈസ്. നമുക്ക് ഈ ട്രാവലറിനെ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാനൊന്ന് വെച്ച് പിടിക്കുന്നുണ്ട്. ഗിയർ മാറ്റി ആക്സിലേറ്റർ ഇട് ഗൈസ്. നമ്മളങ്ങനെ ഈ വണ്ടി ഓവർടേക്ക് ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മളുടെ ഈ മാപ്പ് ഇവിടെ കഴിയാനായിട്ട്, അപ്പോൾ അടുത്ത മാപ്പിലേക്കുള്ള ലോഡിങ് ഇപ്പോൾ വരും ഗൈസ്. വന്നു. ഇനി ഈ ലോഡിങ് കഴിയാൻ കുറച്ച് സമയം എടുക്കും ഗൈസ്. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ലൈറ്റ് മുകളിൽ കണ്ടോ? ട്രക്ക് സിമുലേറ്റർ ഇൻഡോനേഷ്യൻ്റെ മുകളിൽ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഈ ഒരു കേരള ട്രാഫിക് മോഡിൽ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്ന ലൈറ്റ് ഞാൻ കണ്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ മുന്നേ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതിലിതൊന്നുമില്ല. അതിൽ ഒരു ബസ്സിൻ്റെ ചിഹ്നവും അതേപോലെ വേറെ എന്തൊക്കെയാണ്. ഏതായാലും വണ്ടി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഗൈസ്. ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഗൈസ്. ഞാൻ അറിയെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുന്നതിന് മുന്നേ ഓർമ്മ കിട്ടിയാൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഈ വീഡിയോയിലോ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ കൊമ്പ് ഹൈവേൻ്റെ മുകളിൽ കൂടിയൊക്കെയാണ് ഗൈസ് പോകുന്നത്. എൻ്റെ മോനെ ഗെറ്റപ്പ് നമുക്ക് അടിപൊളി ഗൈസ്. നമ്മുടെ നെയിം ബോർഡൊക്കെ നല്ല ചുവന്ന നിറത്തിൽ നല്ല ടക്കുട് പോലെ നിൽക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ കൊമ്പൻ കുട്ടൻ
ഇതാ ഹൈവേയുടെ മുകളിൽ കൂടെ പോകുന്നു. നമ്മളുടെ വണ്ടി ഇതാ ഇന്ത്യൻ പെർമിറ്റിനൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ വണ്ടി മുന്നോട്ട് പോകുന്നു, എല്ലാ വണ്ടിയുടെയും മറികടന്ന്. നമ്മളെ വണ്ടി ഗൈസ് നമുക്ക് മുകളിൽ കൂടെ പോകാൻ പറ്റിയ അടിപൊളി. അങ്ങനെ താഴെ കൂടെ പോകുമ്പോൾ നമ്മളെ ക്യാമറ കിട്ടുന്നില്ല. അതാ മുകളിൽ കൂടെ ലോറി പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട മഹീന്ദ്രേൻ്റെ ഗുഡ്സ് വണ്ടി. ഗൈസ് ക്യാമറ മാറ്റുന്നതായിരിക്കും നല്ലത്, മുകളിൽ കൂടെ ഒന്നും കാണൂല. ഇവിടെ നിന്ന് കിട്ടുമോ നോക്കട്ടെ. മുകളിലേക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് അഥവാ ഉള്ളോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരവസ്ഥയായിരിക്കും. അപ്പോൾ നമുക്ക് ക്യാബിൻ്റെ അകത്ത് തന്നെയാണ് ഗൈസ് നല്ലത്. അങ്ങനെ നമ്മൾ ഹൈവേയുടെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കവിടെ ബോർഡൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ക്ലിയർ അല്ല. ഇത്രയും സ്പീഡ് പോകുന്നെങ്കിൽ നമ്മളിനി ബ്രേക്ക് പിടിച്ച് ആ ബോർഡ് നോക്കിയാൽ പിന്നെ എടുത്ത് കൊണ്ടുവരാൻ ഭയങ്കര മെനക്കേടാണ് ഗൈസ്. റിസ്ക് ഭയങ്കര കഷ്ടമാണ്. റിസ്ക് ഒന്നും എടുക്കാൻ പാടില്ല, അത്യാവശ്യത്തിന് മാത്രം എടുക്കുക. വെറുതെ ബോർഡ് നോക്കിയിട്ട് നമുക്ക് ഏതായാലും മുന്നോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ബോർഡൊന്നും നോക്കിയില്ല. അതേപോലെ നമ്മളെ വണ്ടി നിർത്തിയിട്ടില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഹൈവേൻ്റെ മുകളിൽ കൂടെ ബസ് ഓടിക്കുന്നത് തീരെ ഇഷ്ടമല്ല. എന്താണെന്നറിയില്ല, അത് എന്താണെന്ന് വെച്ചാൽ സ്പീഡ് തോന്നില്ല. അതേപോലെ ഇങ്ങനെ വളവൊന്നുമില്ലല്ലോ. എനിക്കിങ്ങനെ സ്റ്റിയറിങ് ഇങ്ങനെ ഒടിച്ച് കളിക്കുന്നതാണ് ഗൈസ് ഇഷ്ടം. ഇങ്ങനെ വലിയ വളവൊക്കെ വന്നിട്ട് ഇങ്ങനെ അടിപൊളി തിരിച്ച് മാസമായിട്ട് വേറെ ലെവലാണ് ഗൈസ്. അപ്പോൾ ഹൈവേൻ്റെ മുകളിൽ കൂടെ പോകുന്നത്, പിന്നെ അങ്ങനെ വെട്ടിച്ചും പോകുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഗൈസ്. ഇങ്ങനെ സ്ട്രെയിറ്റ് പോകുന്നത് തീരെ ഇഷ്ടമല്ല, എന്ത് ബോറടിക്കും വണ്ടി ഓടിക്കുമ്പോൾ. അപ്പോൾ ഞാനത് നിർത്തും കളിക്കുന്നത്. ഇതിപ്പോൾ ഹൈവേ ഒന്നേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ലോഡിങ്ങിലേക്ക് പോവാം. അതിന് ഇനിയൊരു ടോള് വരാനുണ്ട്. ടോള് കഴിഞ്ഞാലാണ് നമ്മളിനി അടുത്ത ലോഡിങ്ങിലേക്ക് പോകത്തുള്ളൂ. ആ ലോറിനെ തട്ടിയെന്ന് തോന്നുന്നു. തട്ടിയില്ലാന്നും തോന്നുന്നു, എന്തൊക്കെയോ തോന്നുന്നു ഗൈസ്. തട്ടിയെന്ന് തോന്നുന്നു, ചെറുതായിട്ട് സൗണ്ടൊക്കെ കിട്ടുന്നുണ്ട്. ഞാനൊരു ഡ്രൈവർ പ്രോ തന്നെ, ഞാനൊരു പ്രോ ഡ്രൈവറാണ് ഗൈസ്. നമ്മൾ 70 ഗൈസ് ആ ടോളിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയത്. അതിലും ഞാൻ പ്രോ ആണ്, എന്താ ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ടാണ് ഗൈസ് എൻ്റെ ഈ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കിങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഗൈസ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 100 ലൈക്സ് ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് നിങ്ങൾക്ക് ലൈക്ക് അടിക്കുന്നതിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ബട്ടൺ ഒന്ന് ബ്ലൂ ആക്കുക. അപ്പോൾ നമ്മൾ ഗൈസ് ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എനിക്കാണ്. 2 ഹൈവേ ഉണ്ട് ഗൈസ് ഈ മാപ്പിൽ. എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണ് ഈ ഹൈവേ ഗൈസ്. പണി എനിക്ക് കിട്ടി. അങ്ങനെ നമ്മൾ അടുത്ത ഹൈവേയിലേക്ക് തന്നെയാണ്. പക്ഷേ ഇത് ഹൈവേ ആണെന്ന് തോന്നുന്നില്ല, ചെറിയൊരു ഹൈവേ അല്ല, ചെറിയ റോഡും അല്ലാത്തൊരു റോഡാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നേരത്തെ എനിക്ക് തീരെ ഇഷ്ടമല്ല ഗൈസ്. ഇതിൽ വളവൊക്കെ ഉണ്ടായാൽ മതി. പിന്നെ ഗൈസ് നമ്മൾ കൊമ്പൻ്റെ ബസ്സിൻ്റെ ഔട്ട്ലുക്ക് നമുക്ക് പോകുന്ന വഴിക്ക് ഒന്നുകൂടെ എവിടെ വെച്ചെങ്കിലും കാണിക്കുക. അപ്പോൾ ഞാൻ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി അവിടെ നിർത്താം ഗൈസ്, അങ്ങനെ കാണിക്കാം. പിന്നെ നമ്മൾ ഇപ്പോൾ ഹൈവേൻ്റെ മുകളിൽ കൂടെ ക്യാമറ മാറ്റി കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ തെറ്റും. ഇപ്പോൾ എൻ്റെ പ്രോ ഡ്രൈവിങ് എവിടെയെങ്കിലും കൊണ്ടുവച്ച് ന്യൂബാവും. പ്രോ എല്ലാം കൂടെ വെട്ടിത്തകരും വണ്ടിയുടെ തട്ടില്ല. ഇതാണ് ഞാൻ പ്രോ ആണ്. ഗൈസ് ഹൈവേ ഏകദേശം കഴിഞ്ഞ്. ഇത് നല്ലൊരു റോഡായിട്ടുണ്ട്. നമ്മൾ ഗൈസ് അപ്പുറത്ത് വരുന്നവർക്ക് നമുക്ക് താഴെ കൂടെ, നമുക്ക് മേലെ കൂടെ. ഞാനിപ്പോൾ താഴെ പോവും ഇല്ല, ഞാൻ മേലെ കയറിയിട്ടുണ്ട്. ആരും പേടിക്കണ്ട, ഞാൻ മേലെ കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ പേടിക്കും, കാറുകാരനെ പേടിക്കാനും ഇപ്പോൾ ഗൈസ്. ഇതിന് അത്യാവശ്യം പിന്നെ വണ്ടീനെ പറ്റി പറയണ വണ്ടി സീനാണ് ഗൈസ്. അടിപൊളി സ്റ്റിയറിങ്ങും ബ്രേക്കും ഒക്കെ ഉള്ള വണ്ടിയാണ് ഗൈസ്. പിന്നെ സ്പീഡിനെ പറ്റി പറയണ്ട, സ്പീഡൊക്കെ സെറ്റാണ്. പിന്നെ നമ്മൾ ഇത്രയും ദിവസം ഓടിച്ചതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരേ ഒരു വണ്ടി ഈ കൊമ്പൻ്റെതാണ് കേട്ടോ ഗൈസ്. കൊമ്പൻ്റെ അല്ല, ഈ ബസ്സാണ് എനിക്കിഷ്ടമായത്. ലിവറി പിന്നെ നമ്മൾ ആഡ് ചെയ്തതാണല്ലോ. എനിക്ക് ഈ ബസ്സാണ് ഗൈസ് ഇഷ്ടമായത്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈറ്റ് രാത്രി കാണത്തില്ല ഗൈസ്. ഇതിന് ഹെഡ് ലൈറ്റിന് പവർ കുറവാണ്.
നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഉണ്ടോ ഈ ഇരിടത്തേക്കൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിയുണ്ട്, ഇത് പറ്റില്ല. നമ്മൾ ഇരുട്ടത്തേക്ക് വരുമ്പോൾ ഗൈസ് എന്താണ് നമ്മളെ വണ്ടിക്ക് മുന്നോട്ട് കാണത്തില്ല. നമ്മൾ നേരത്തെ ഒരു ഇതിലൂടെ വരുമ്പോൾ ഗൈസ് കണ്ടോ മുന്നിലുള്ള വണ്ടീൻ്റെ ബാക്കിലൊക്കെ ശരിക്കും ലൈറ്റ് അടിക്കേണ്ടതാണ്. പക്ഷേ എന്താണെന്ന് അറിയില്ല, ഇതിൽ ലൈറ്റ് ഇല്ലയെന്ന് തോന്നുന്നു ഗൈസ്. ലൈറ്റ് അവർ വെക്കാൻ മറന്നതാണോ അതോ ഇത്ര ഉള്ളൂ എന്ന് അറിയത്തില്ല. ഇത് ഇത്രയും ലൈറ്റൊക്കെ വെച്ച് വരുമ്പോൾ മറ്റേ മോഡിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ ചെറിയൊരു ലൈറ്റിൻ്റെ അത്രയൊക്കെ പറ്റുണ്ടോ എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടാവും ലൈറ്റിന്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് ലൈറ്റ് ഫുള്ള് ഈ ഡെക്കറേഷനിൽ വെച്ചിട്ട് ഹെഡ്ലൈറ്റിന് പവർ കുറഞ്ഞു പോയതാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. അതിന് ലൈറ്റ് ഉണ്ടോ ഇരുട്ടത്തേക്കൊക്കെ തീരെ വെളിച്ചല്ല, മുന്നിലുള്ള വണ്ടി ഉണ്ടോയെന്ന് തന്നെ കാണത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കൊണ്ടുപോയോ? അപ്പോൾ കയറി വന്നിട്ടുണ്ട്. ഗൈസ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അയ്യോ പണി കിട്ടി ഗൈസ്, നമ്മളെ വണ്ടിയിൽ പെട്രോളില്ല, പേടിക്കേണ്ട. ഫ്രീ മോഡ് ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പെട്രോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോകുന്നേക്ക് പെട്രോൾ അടിക്കണോ? ഒറ്റ മിനിറ്റ് നോക്കട്ടെ ഗൈസ് ഇതിൽ പെട്രോൾ ഉണ്ടോയെന്ന്. അതിൻ്റെ മുന്നേ ഈ രണ്ടെണ്ണത്തിന് മുന്നിൽ പോകുന്ന ഏഷ്യറിൻ്റെ അതേപോലെ തന്നെ മഹീന്ദ്രേൻ്റെ വണ്ടീനെ ഒരു സൈഡാക്കട്ടെ, ഇല്ലേ എമ്പോൾ സൈഡാവും. നമ്മൾ സൈഡായി കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോവില്ല, അതുമല്ല ഓരോ വായിലുള്ളത് കേൾക്കുകയും ചെയ്യും. അപ്പോൾ തട്ടാതെ മുട്ടാതെ നമുക്കൊന്ന് മുന്നോട്ട് പോവാം. അപ്പോൾ തട്ടാതെ മുട്ടാതെ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഏഷ്യറിന് പെയിൻറ്റോ നമ്മൾ പോക്കിയിട്ടുണ്ട്. നമ്മളെ പെയിൻറ്റ് പോലും, നമ്മളെ പെയിൻറ്റ് ഹൈ ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്തായാലും ഗൈസ് എന്നോട് മറന്നുപോയി. നമ്മൾ എന്തായാലും പെട്രോള് ഗൈസ്, പെട്രോള് ഞാൻ നോക്കി കുഴപ്പമില്ല, 64 ലിറ്റർ അങ്ങാനുണ്ട്. 64 ലിറ്റർ അത് മതിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ നമുക്കൊന്നും കൂടെ ഫ്രീ മണി കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് പെട്രോൾ അടിക്കാം. ഞാൻ ആ കാറുകാരനൊന്ന് യൂ ടേൺ അടിച്ച് വിട്ടിട്ടുണ്ട്. സംഭവമൊന്നുമില്ല. അയ്യോ എന്താ ഗൈസ് നമ്മൾ കുടുങ്ങിയോ? മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താണിത്? മുന്നോട്ട് പോകാൻ പറ്റില്ല ഗൈസ്, അതിലൂടെ പോകാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. ഒന്നും പോയി നോക്കിയാലും വേണ്ട, വെറുതെ പണി കിട്ടുകയുള്ളൂ. ഇനി അതിലൂടെ വീണ്ടും പോയാൽ ചിലപ്പോൾ ഒന്നും കൂടെ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിലൂടെ പോകുന്നില്ല. അപ്പോൾ ഞാൻ നേരെ പോവുകയാണ് റോട്ടുമ്പോൾ കൂടെ തന്നെ, ഇല്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. പിന്നെ ഞാൻ ഈ സംസാരിച്ചിടയിൽ കൂടെ ഞാനിവിടെ ഒരു കാറുകാരന് ഏതോ ഒരു വണ്ടി അങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. ഞാനവിടെ ഇറങ്ങിയാൽ വീണ്ടും പണി കിട്ടും. അപ്പോൾ അടുത്ത ലോഡിങ് ഗൈസ് നമ്മളെ എന്താണ് മിനി ഹൈവേയും അതേപോലെ തന്നെ വലിയ ഹൈവേയും നമ്മളുടെ ഒരു സിറ്റിയും കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാണ് നമുക്ക് കണ്ടറിഞ്ഞ് പോവാം. 4ാമത്തതായതുകൊണ്ടാണ് തോന്നുന്നത് കുറച്ച് ലോങ് ആണ് നമ്മുടെ ലോഡിങ്. ഗൈസ് ഈ സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഗൈസ്. ഇവിടെ ഞാൻ പ്രോ ആണ് ഗൈസ്. ഇവിടുന്ന് ഞാൻ പറപ്പിക്കും, ടോപ്പ് ഗിയർ കിട്ടിയാൽ തന്നെ ഞാൻ പറപ്പിക്കും ഗൈസ് നമ്മളെ വണ്ടി. ഈ സ്ഥലം എനിക്ക് ഫുള്ള് കാണാപ്പാടാണ്. അതേപോലെ തന്നെ ഇതിലൂടെയുള്ള ഓരോ മുക്കും മൂലയിൽ കൂടെയുള്ള ഷോർട്ട് കട്ട് വരെ എനിക്കറിയാം. പക്ഷെ നമ്മളേതായാലും ഷോർട്ട് കട്ടിൽ കൂടെ ഒന്നും പോകുന്നില്ല. ചിലപ്പോൾ പണി കിട്ടിയാലോ, ബസ് കുറച്ച് വലുതായതുകൊണ്ട് അതിലൂടെ അങ്ങ് പോയിക്കില്ലെങ്കിലും എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ മുന്നിലൂടെ കാറാണ് ഗൈസ് ഓടിച്ചു പോയത്. കാറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുഗാട്ടിയാണ് ഗൈസ്. അതിൽ ഫസ്റ്റ് ഗിയറിൽ തന്നെ 100 എത്രയോ km/h പോവും ഫസ്റ്റ് ഗിയറിൽ തന്നെ. അപ്പോൾ സെക്കൻഡ് ഗിയറിൽ 300, പിന്നെ അതിൻ്റെ ടോപ്പ് ഗിയറിൽ എന്ന് പറയുന്നത് എത്രയോ 800 അത്രയും. പക്ഷേ 800 പോകുമ്പോൾ കൺട്രോൾ കിട്ടുമല്ലോ. ഞാനിതുവരെ 800-ലല്ല, ഞാനിതുവരെ 300-ൻ്റെ മേലോട്ട് പോയിക്കില്ല ഗൈസ്. അത്രയും സ്പീഡിലാണ് പോവുകയും ചെയ്യുക, കൺട്രോൾ കിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഇതിലൂടെയുള്ള വഴിയൊക്കെ എനിക്ക് കാണാൻ പാടാണ് ഗൈസ്. നമ്മൾ ബുഗാട്ടിയിലെ ഫസ്റ്റ് ഗിയറിലാണ് ഗൈസ് ഇത് ഫുൾ എക്സ്പ്ലോർ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ അതിലത്രയും ഫസ്റ്റ് ഗിയറിന് നല്ല സ്പീഡിലുണ്ടെങ്കിൽ ഗൈസ് ഞാൻ പോവാണ്. നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. കറക്റ്റ് കട്ട ബ്രേക്ക് ഉണ്ട് ഗൈസ്. ഞങ്ങളെ ശ്രദ്ധിച്ചു, നമ്മൾ 100 എത്രയോലാണ് ഗൈസ് അവിടെ നിന്ന് വന്നത്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് കറക്റ്റ് 0-ൽ നിന്നുണ്ട്. അതാണ് നമ്മളെ വണ്ടീൻ്റെ ബ്രേക്കിൻ്റെ പവർ. പക്ഷേ ലൈറ്റ് ഇല്ലയെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇതൊക്കെ എനിക്ക് കാണപ്പെടാണ്. നമ്മളവിടെ നിർത്തിയതുകൊണ്ടാണ് നമുക്ക് വണ്ടി ഇങ്ങോട്ട് ഒന്ന് പുള്ളായി കിട്ടാത്തത്. പുള്ളായി കിട്ടാൻ ഞാൻ പറപ്പിക്കും ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നവരെ തന്നെ പറപ്പിക്കുന്ന പറഞ്ഞാൽ പറപ്പിക്കും. എവിടെയും പോയി തട്ടിയാൽ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ തിരിച്ചെടുത്ത് തട്ടിയാൽ മാത്രം ഇട്ടില്ല, ഞാൻ പ്രോ ആണ്. തട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം.
വിശ്വാസമല്ലേ എല്ലാം. ജസ്റ്റ് ഒന്നും അങ്ങോട്ട് വലിയാത്ത വണ്ടി. ഞാൻ ആക്സിലേറ്റർ കൊടുത്തില്ലായിരുന്നില്ലേ. ആക്സിലേറ്റർ കൊടുക്കാണ്ട് വണ്ടി വലിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നടക്കാനാവും ഗൈസ്. ഞാൻ വെട്ടിച്ചത് വെറുതെയായി. ഒന്നും കൂടി ഇങ്ങോട്ട് ഞാൻ വിചാരിച്ചാൽ തട്ടിയും തട്ടത്തില്ല ഗൈസ്. ഞാൻ പ്രോ ആണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം കടയിലേക്കല്ല, മുന്നോട്ട് കൺട്രോളൊക്കെ നല്ല അത്യാവശ്യം അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഗൈസ്. നിങ്ങൾ ഏതായാലും ഈ മോഡൊന്ന് ട്രൈ ചെയ്യുക. ഇത് യൂട്യൂബ് പോയാൽ കിട്ടും. പക്ഷേ ഞാൻ ഏതായാലും ഇവിടെ കൊടുക്കുന്നില്ല, നമുക്കതിനുള്ള പെർമിഷനൊന്നുമില്ല ഗൈസ്. അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് യൂട്യൂബ് പോയി സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ എന്നിട്ട് ഷെയർ മോഡ്സിൽ അതിൻ്റെ ലിങ്കൊക്കെ ഉണ്ടാവും. യൂട്യൂബിൽ നിന്ന് ലിങ്ക് എടുക്കുക, ഷെയർ മോഡ്സ് പോവുക. ഷെയർ മോഡ്സ് നമുക്ക് ബ്രൗസറിൽ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ക്രോമിലോ എല്ലാം കിട്ടുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് പോയാൽ ഈ ബസ് കിട്ടുന്നതാണ്. രാത്രി ഓടിക്കാൻ നിൽക്കരുത്, പണി കിട്ടും. എനിക്കിപ്പോൾ ഏതായാലും ചെറിയൊരു പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ വണ്ടി നല്ല ചളി പിടിച്ചിട്ടുണ്ട് ഗൈസ്. ചെളി അധികമുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്യണം. ഇതിൻ്റെ ഔട്ട്ലുക്ക് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണിക്കാം. ഞാനിവിടെ ഒരു ഫ്ലോയിൽ അങ്ങ് ഡ്രൈവ് ചെയ്ത് പറക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഏതായാലും ഈ ബസ്സൊന്ന് ഓടിച്ച് നോക്കി നമ്മൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞ് ഗൈസ് കണ്ടു, ഇത് എത്ര പെട്ടെന്ന് കഴിഞ്ഞ്. ഞാൻ ഫുൾ സ്പീഡിൽ പറപ്പിച്ച് വന്നതാണ് ഗൈസ്, അതുകൊണ്ടാണ് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് നോക്കി. അപ്പോൾ അടുത്ത മാപ്പും ഇതേപോലെ എനിക്ക് അറിയുന്നതായാൽ മതിയേനും. അടുത്ത മാപ്പിൽ മിക്കവാറും ഞാൻ അറിയുന്നതാവാൻ ചാൻസ് ഉണ്ട്. അറിയുന്നത് ഗൈസ്, എനിക്ക് ഈ മാപ്പ് കുറച്ചൊക്കെ അറിയാം. അത്ര അങ്ങോട്ട് ഫെമിലിയർ ഒന്നും അല്ലെങ്കിലും അത്ര ഗൈസ് ചെറിയൊരു പിടുത്തുണ്ട്. നമുക്ക് പോയി നോക്കാമല്ലോ എവിടെ നിന്നൊക്കെ അങ്ങോട്ടൊക്കെയാണ്. എനിക്ക് ഈ സ്ഥലം ശരിക്കും അങ്ങോട്ട് അറിയില്ല ഗൈസ്. അറിയുമെന്ന് ചോദിച്ചാൽ അറിയും, അറിയില്ലെന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ ഒരു വഴിയാണ്. അത്യാവശ്യം അറിയാം ഗൈസ്, കുഴപ്പമില്ല. എനിക്ക് ചെറുതായിട്ട് അറിയുന്നൊരു വഴിയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടുന്ന് റൈറ്റിലോട്ടാണ്. ഞാൻ ഏതായാലും ഒട്ടിക്കലൊക്കെ സെറ്റ് സാധനമാണ് വണ്ടി. പിടിച്ചാൽ കിട്ടുന്നൊരു വണ്ടിയാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മാപ്പാണ്. നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് ഗൈസ്. ഇനി നമ്മൾ ടൂറിസ്റ്റ് ബസ്സുമായിട്ടാണ് നമ്മൾ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്ത് ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവന്നത് ഗൈസ്. നമുക്ക് ഏതായാലും സൈഡിൽ കൂടെ പോകും. അപ്പുറത്ത് ഫുൾ ട്രാഫിക്കാണ്. തട്ടല്ലേ ആ ബോർഡ് ഞാനും എടുത്തിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ബോർഡ് മിക്കവാറും അവിടെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ട്. ആ ബോർഡ് ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ട്രാഫിക് ജാം ആയിക്കോട്ടെ. എല്ലാവരും ഓഫ് ഏതാ മണി ആ വളവ് ഞാൻ വിചാരിച്ച് ഇടിച്ച് നട്ടോ ഗൈസ്. അടുത്ത ബോർഡ് ഞാൻ എടുക്കണ്ട, അടന്നോട്ടെ. ആ ബോർഡിൽ സിഗ്നൽ നോക്കി ഇനി ആരും പോകണം. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആവും ഗൈസ്. ബസ് സ്റ്റാൻഡ് എത്തി. അപ്പോൾ ഗൈസ് നമ്മളുടെ ഇന്നത്തെ കുഞ്ഞി വീഡിയോ കഴിയാനായെന്ന് തോന്നുന്നില്ലേ? കഴിഞ്ഞില്ലേ? ബസ് സ്റ്റാൻഡ് എത്തി ഗൈസ്. നിങ്ങൾക്ക് ആരൊക്കെയെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടുന്ന് ഒരു സീക്രറ്റ് പറഞ്ഞുതരാം. ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് നമുക്ക് അതിലൂടെ ഒന്നും പോകണ്ട. അവിടുത്തെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഗൈസ്. ഇതിലൂടെ നമ്മൾ ബസ് പോകുമെന്ന് അറിയില്ല. ഞാൻ ഇതിന് മുന്നേ ചെറിയൊരു ബസ്സാണ് ഗൈസ് ഇതിലൂടെ ഓടിച്ചത്, മിനി ബസ്. അതാണ് ഞാനിതിലൂടെ ഓടിച്ചത് ഗൈസ്. പോയി ഗൈസ്, ഈ സീക്രട്ട് നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.